പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നു. 2022 ശേഷം ആദ്യമായി ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 47 പൈസ ഇടിഞ്ഞ് 92.21 എന്ന നിലയിലെത്തി. ഓഹരി വിപണിയിലും വന്നിടിവ്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം ശക്തമാകുകയും ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുകയും ചെയ്തതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നു. ഈ മാസം മാത്രം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 25% വർധനവുണ്ടായി. നിലവിൽ ബാരലിന് $114 മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് വഴി ക്രൂഡ് ഓയിൽ കയറ്റുമതി തടസ്സപ്പെടുമെന്ന ആശങ്ക നിക്ഷേപകരിൽ ഭീതി പരത്തിയാണ് ഇടിവിന് കാരണം. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 85%-ലധികം ഇറക്കുമതി ചെയ്യുന്നതിനാൽ എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം കൂടാനും ഗതാഗത ചിലവുകൾ വർദ്ധിക്കാനും ഇടയാക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യവും കുത്തനെ ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 46 പൈസയാണ് ഇടിഞ്ഞത്. ഇന്ത്യയിലെ പ്രധാന ഓഹരി സൂചികളും കുത്തനെ ഇടിഞ്ഞു. ഏഷ്യൻ വിപണികളിലും വലിയ ഇടിവ് നേരിട്ടു. ജപ്പാനിലെ നിക്കി 5.2% ഇടിഞ്ഞപ്പോൾ ഹോങ്കോങ്ങിലെ ഹാങ്സെങ് ഇൻഡെക്സ് 1.49% താഴ്ന്നു. തായ്വാനിലെ തായ്വാൻ വെയ്റ്റഡ് ഇൻഡെക്സ് 4.43% ഇടിഞ്ഞു. ദക്ഷിണ കൊറിയയിലെ കോപ്സി ഇൻഡെക്സ് 5.96% വരെ താഴ്ന്നു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സെൻസെക്സും നിഫ്റ്റിയും വലിയ നഷ്ടം രേഖപ്പെടുത്തി. 2494.35 പോയിന്റ് ഇടിഞ്ഞ് 76,424.55 എന്ന നിലയിലെത്തി. നിഫ്റ്റി 752.65 പോയിന്റ് ഇടിഞ്ഞ് 23,697.80 എന്ന നിലയിലേക്ക് ഇന്ന് താഴ്ന്നിരുന്നു. സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. പവന് 1,440 രൂപ കുറഞ്ഞ് 1,18,560 രൂപയായി. സാങ്കേതിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് വിപണിയിൽ ശക്തമായ വിൽപ്പന സമ്മർദ്ദമാണ് നിലനിൽക്കുന്നത്. ആഭ്യന്തര ആവശ്യത്തെ ആശ്രയിച്ചുള്ള ബിസിനസ്സുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ സ്ഥിരത പുലർത്തുമെന്നാണ് വിലയിരുത്തൽ. ഉപഭോഗ മേഖലയും പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളും നിലവിൽ താരതമ്യേന ശക്തമായ നിലയിലാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.